ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ വെള്ളി നോയമ്പിൻ്റെ 15-ാം ദിവസം സഭയാൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം സൗഖ്യത്തിൻ്റെ സഖിത്വം, ദ കമ്പാനിയൻഷിപ്പ് ഓഫ് ഹീലിംഗ് എന്നുള്ളതാണല്ലോ. ഇതിനാസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഏവൻഗേലിയോൻ വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പക്ഷപാതക്കാരൻ്റെ സൗഖ്യത്തെക്കുറിച്ചാണ് നാം ഈ വേദഭാഗത്തിൽ കാണുന്നത്. യേശു കഫർന്നഹൂമിൽ ഒരു വീട്ടിൽ വരുന്നതും വളരെയധികം ജനം അവനെ കാണുവാൻ വരുന്നതും യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതുമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പാപമോചനത്തിലുള്ള രോഗസൗഖ്യമാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഈ വേദഭാഗത്തിൽ നിന്നും 2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, സ്നേഹിതന്മാരുടെ അചഞ്ചല വിശ്വാസത്തെക്കുറിച്ചാണ്. 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് മകനിലെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന്. സ്നേഹിതന്മാർക്കറിയാമായിരുന്നു പക്ഷപാതക്കാരനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുകയാണെങ്കിൽ അവന് തീർച്ചയായും സൗഖ്യം ലഭിക്കുമെന്ന്. അതുകൊണ്ടാണ് പല പ്രതിസന്ധികൾ തരണം ചെയ്ത് അവനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നതും അവന് സൗഖ്യം ലഭിക്കുന്നതും. നമ്മുടെ ജീവിതത്തിലും തിരിഞ്ഞു നോക്കുമ്പോൾ പല പ്രതിസന്ധികളും ഉണ്ടാകാറുണ്ടല്ലേ? എന്നാൽ അതിനെല്ലാം തരണം ചെയ്യാനുള്ള വഴിയും ദൈവം നമുക്ക് നൽകിത്തരുന്നു. ജീവിതത്തിൽ ഓരോ വിഷമഘട്ടത്തിലും കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ദൈവം നമുക്ക് തീർച്ചയായും ഒരു വഴികാട്ടിയായി കൂടെ ഉണ്ടാകും. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു പക്ഷപാതക്കാരനോടുള്ള സ്നേഹിതന്മാരുടെ സ്നേഹവും കരുതലിനെയും കുറിച്ചാണ്. ഒരു പക്ഷപാതക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം മുൻപോട്ട് പോകുന്നത് ഒരാളെ ആശ്രയിച്ചുകൊണ്ടാണ്. തൻ്റെ ദൈനംദിന ജീവിത കാര്യങ്ങൾ ചെയ്യുവാൻ പോലും അയാൾക്ക് ഒരാളുടെ ആശ്രയം കൂടിയേ തീരൂ. വേണമെങ്കിൽ ഈ സ്നേഹിതന്മാർക്ക് പക്ഷപാതക്കാരനെ ഉപേക്ഷിച്ച് പോകാമായിരുന്നു. എന്നാൽ അവർ അവനെ കൂട്ടുകയും അവൻ്റെ സൗഖ്യത്തിൽ മുഖാന്തരങ്ങളായി ദൈവം അവനെ ഉപയോഗിക്കുകയും ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് ഈസ് നോട്ട് എ ചാൻസ് ബട്ട് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആപത്തുകളിലും അനർത്ഥങ്ങളിൽ നിന്നും കരകയറ്റുന്നവനായിരിക്കണം ഉത്തമ സുഹൃത്ത്. എന്തെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിക്ക് അടിമകളായ യുവതലമുറകൾ സ്വന്തം ലാഭത്തിനും നിസ്സാരമായ കാര്യങ്ങളുടെ മേലുള്ള പകപോക്കലിനും വേണ്ടി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉറ്റ സുഹൃത്തുക്കളെ പോലും നിഷ്കാരണം കൊലപ്പെടുത്തുവാൻ മാത്രം പാകത്തിന് മനുഷ്യ മനസ്സുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് നമ്മളിൽ നിന്ന് മനുഷ്യത്വം ഇല്ലാതെയായത്? എവിടെയാണ് നമ്മളിൽ നിന്ന് സ്നേഹവും കരുതലും നഷ്ടപ്പെട്ടത്? സ്വയം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ആ പക്ഷപാതക്കാരൻ്റെ സ്നേഹിതരെ പോലെ പരസ്പരം താങ്ങും തണലുമാകാനും പ്രതിസന്ധികളിൽ ഏറ്റവും നല്ല വഴികാട്ടിയായും തുണയായും തീരുവാനും അങ്ങനെ മറ്റുള്ളവരെ മാറ്റിയെടുക്കുവാനും ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മയെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.